നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിയമസഭയിൽ ജനങ്ങൾ ഇന്ന് നേരിടുന്ന ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. സംഗതി മറ്റൊന്നുമല്ല, മദ്യത്തിന് വില കൂട്ടിയതാണ് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമുണ്ടാക്കിയ കാര്യം. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല വിധത്തിൽ അദ്ദേഹം അത് ഭരണകക്ഷികളുടെ മുൻപിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആരും അതിന് അദ്ദേഹം ഉദ്ദേശിച്ച അത്ര വില കൊടുക്കുന്നില്ല എന്ന് കണ്ടതോടു കൂടിയാണ് ഇന്നും അക്കാര്യം ഒന്നുകൂടി വിഷയമായി ഉന്നയിച്ചു നോക്കിയത്. ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മദ്യത്തിന്റെ വില കൂടിയത് അദ്ദേഹത്തിന് പൊറുക്കാൻ പറ്റാത്തൊരു കാര്യമാണത്രേ. അതിന്റെ കാരണം എന്താണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതിന് വി.ഡി. സതീശൻ സ്വയം കണ്ടുപിടിച്ചൊരു തിയറിയുണ്ട്. മദ്യത്തിന്റെ വില കൂട്ടിയാൽ അതിന്റെ ഉപഭോഗം കുറയുമെന്നത് തെറ്റായ ധാരണയാണത്രേ. കാരണം വില കൂടിയതിന്റെ വിഷമത്തിൽ സാധാരണ 3 പെഗ് കഴിക്കുന്ന ആൾ 4ാമതൊരു പെഗ് കൂടി കഴിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് മദ്യത്തിന്റെ വില കൂടിയ അന്നു മുതൽ അയ്യോ ഈശ്വര, മദ്യവില കൂടിയല്ലോ, എന്തൊരു വിഷമമാണ് വരുന്നത്, ആ വിഷമം മാറാൻ ഇന്നു മുതൽ ഒരു പെഗ് കൂടി കൂടുതൽ കഴിച്ചേക്കാമെന്ന് മദ്യം കഴിക്കുന്ന ഓരോ കേരളീയനും അങ്ങ് കരുതും. അതോടുകൂടി വീട്ടിലേക്കുള്ള വരുമാനം കുറച്ചുകൊണ്ട് ആ പൈസയ്ക്ക് കൂടി മദ്യം വാങ്ങിക്കാൻ അവരങ്ങ് തീരുമാനിക്കുമെന്ന്. നിയമസഭയിൽ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞ സതീശൻ അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് മദ്യത്തിന്റെ വില സംബന്ധിച്ചിട്ടുള്ള തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ നേതാവിന് സ്വകാര്യ താല്പര്യമൊന്നുമില്ല കേട്ടോ. സബ്സിഡി ഐറ്റത്തിന്റെ വില വർദ്ധിപ്പിക്കില്ലെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു സംശയം വന്നപ്പോൾ ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കി എന്ന് മാത്രം. കാര്യം സർക്കാരിലേക്ക് വരുമാനം വരുന്ന ഒരു പ്രധാന മാർഗമാണ് മദ്യവിൽപ്പന എന്നതൊക്കെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് നന്നായിട്ട് തന്നെ അറിയാം. എന്നാലും ജനസേവനമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ പിന്നെ മദ്യപാനികളും ജനങ്ങളാണല്ലോ. അപ്പൊ പിന്നെ വില കൂട്ടിയാൽ അവർക്കത് വിഷമമാവില്ലേ എന്നൊന്ന് ചോദിച്ചു എന്ന് മാത്രം. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ മദ്യം അത്യാവശ്യ വസ്തു വിഭാഗത്തിലുള്ള ഒന്നല്ലാത്തത് കൊണ്ട് തന്നെ മദ്യത്തിന്റെ വില കൂട്ടിയാൽ അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. മറിച്ച് വേണ്ടവർ ഉയർന്ന വില കൊടുത്ത് വാങ്ങുന്നത് വഴി നികുതി കൂടുകയാണ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ അതല്ലേ ലാഭം? മറ്റൊരു വശം, ഒരാൾക്ക് വില കൂടിയത് കൊണ്ട് മാത്രം മദ്യം വാങ്ങാനായില്ലെങ്കിൽ അത് അയാൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നല്ലതല്ലേ? ഇനി വില കുറയുകയാണെങ്കിൽ സതീശൻ പറഞ്ഞ ഇതേ ആൾ തന്നെ 3 പെഗിന് പകരം 6 പെഗ് കഴിക്കും, വില കുറഞ്ഞല്ലോ എന്ന സന്തോഷത്തിന്. അപ്പോൾ നികുതിയും കുറയും. അതുമൂലം അയാൾക്കും അയാളുടെ കുടുംബത്തിനും നഷ്ടവും ഉണ്ടാകും. അല്ലാതെ കുറഞ്ഞ വില കൊടുത്ത് കുറച്ച് മദ്യം മാത്രം വാങ്ങി ബാക്കി പൈസ വീടിന് വേണ്ടി ചിലവാക്കാൻ ആരും ശ്രമിക്കില്ല. അതൊരു കോമൺ സെൻസ് മാത്രമാണ്. ഇനി പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നം വില കൂടിയത് കൊണ്ട് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല എന്നതാണെങ്കിൽ അതിനുള്ള വഴി അദ്ദേഹം തന്നെ കാണുന്നതാണ് നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ കാണിക്കുന്ന ഉത്സാഹം അത്യാവശ്യ വസ്തുക്കളായ പെട്രോൾ, പച്ചക്കറി തുടങ്ങിയവയ്ക്ക് വില കൂടിയതിൽ പ്രതിഷേധിക്കാൻ ഉണ്ടാവണം എന്നാണ്. അതല്ലേ ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം?